സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും കേരളം ഉന്നതങ്ങളിലാണെന്ന് പറയുമ്പോഴും പ്രബുദ്ധ കേരളമെന്ന് നിരന്തരമായി ആത്മപ്രശംസകൾ മുഴക്കുമ്പോഴും അവയ്ക്ക് മേലെ കനത്ത പ്രഹരമായി മാറുകയാണ് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പുറകെ പോയി നാശം ഇരുന്നു വാങ്ങുന്ന വർത്തമാനകാല കേരളത്തിലെ ഒരു വിഭാഗം വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ. തലസ്ഥാനത്തെ നന്ദൻകോട്ടിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പേർ വിളിക്കുന്ന പൈശാചിക തിന്മയുടെ ഇരകളായി കൊല്ലപ്പെട്ട കുടുംബത്തിലെ 4 പേർ. അതുകൂടാതെ അടുത്ത കാലത്തായി കേരളത്തിൽ നടന്ന ഇലന്തൂരിലെ അതിക്രൂരമായ നരബലി, തൊടുപുഴ വണ്ണപ്പുറത്ത് നടന്ന ഒരു കുടുംബത്തിൻ്റെ കൂട്ടക്കുരുതി, കട്ടപ്പനയിൽ നടന്ന ഇരട്ടക്കൊലപാതകം, ഇവയെല്ലാം പൈശാചിക ശക്തികളെ തൃപ്തിപ്പെടുത്താനായി നടത്തിയ മനുഷ്യക്കുരുതിയുടെ ഇരകളായിരുന്നു. ആ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന അങ്ങേയറ്റം പൈശാചികമായ 2 കൊലപാതകവും ഒരു ആത്മഹൂതിയുമാണ് അരുണാചൽ പ്രദേശിൽ നടന്നത്. ആത്മാക്കളെ ദുർമന്ത്രവാദത്തിലൂടെ ആവാഹിച്ചെടുക്കാൻ മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ദുർമന്ത്രവാദമാണ് നന്ദൻകോട്ടെ സൈക്കേ കൊലയാളി കേഡൽ ജിൻസൻ രാജ് പ്രാവർത്തികമാക്കിയത്. അതേ മാതൃകയിൽ തന്നെയാണ് തൻ്റെ ഭാര്യയുടെയും കൂട്ടുകാരിയുടെയും ശരീരത്തിൽ നിരവധി വിചിത്രമായ മുറിവുകളുണ്ടാക്കി അതിലൂടെ രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയുണ്ടാക്കിയാണ് പൈശാചികതയ്ക്ക് അടിമപ്പെട്ട ആയുർവേദ ഡോക്ടർ കൂടെയായ ചെറുപ്പക്കാരൻ കൊലപാതകങ്ങൾ നടത്തിയത്. ഇത്തരത്തിൽ അങ്ങേയറ്റം വിചിത്രമായ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടു പോയതാണ് അരുണാചൽ പ്രദേശിൽ ആത്മഹത്യ ചെയ്ത മലയാളികളായ ദമ്പതികളുടെയും പെൺകുട്ടിയുടെയും ദാരുണ മരണത്തിൽ കലാശിച്ചെന്ന് തെളിയിക്കുന്ന രേഖകൾ പെൺകുട്ടിയുടെ ലാപ്ടോപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ദിനോസറുകൾക്ക് വംശനാശം വന്നില്ലെന്നതു മുതൽ മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് വരെ അവിടെ നിന്ന് ലഭിച്ച സൂചനകളിലുണ്ട്. ദിനോസറുകളെ മറ്റു ഗ്രഹങ്ങളിലേക്ക് മാറ്റിയതാണെന്നും ഭൂമിയിലെ 90 മനുഷ്യരെയും മൃഗങ്ങളെയും 2 ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുമുള്ള വിചിത്ര വിശ്വാസങ്ങളുടെ തെളിവുകളാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയത്. ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്നുമുള്ള മിതി എന്ന സാങ്കല്പിക കഥാപാത്രവുമായിട്ടാണ് ഇവർ കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. പ്രബുദ്ധരും വിദ്യാസമ്പന്നരുമൊക്കെ പൊതുവെ വിലയിരുത്തപ്പെടുന്ന കേരളത്തിലെ വിദ്യാസമ്പന്നരായവർ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് നശിപ്പിക്കുന്നത് സ്വന്തം ജീവിതം മാത്രമല്ല, കുടുംബങ്ങളെയും പിന്നെ പരിചയത്തിലുള്ളവരെയും കൂടെയാണെന്നത് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ചെറിയ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പൈശാചിക ശക്തിയെ കൂട്ടുപിടിക്കുന്നവർ ജീവിതകാലം മുഴുവൻ അതിന് കനത്ത വില തന്നെ നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് സംജാതമാകുന്നത്. ഇക്കാര്യത്തിൽ കനത്ത ജാഗ്രത വ്യക്തികളും കുടുംബങ്ങളും പാലിക്കേണ്ടിയിരിക്കുന്നു.